Hi everyone, it's me Rahul. Welcome to Rich Chat Talks. So, ഒരിക്കൽ കൂടി അല്ലെ എന്നും സംഭവിക്കുന്ന കാര്യമാണ്. സോ നമ്മുടെ 25,750 അതായത് 25,750 എന്ന ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക്, അതായത് ഒരു ട്രേഡ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ടാർഗറ്റ് സിമ്പിളായിട്ട് അടിച്ച് സിംഗിൾ ക്യാൻഡിൽ, അതായത് ഫുൾ ഡേ വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. ഞാൻ ഈവനിങ് വരെ ഏകദേശം 2 മണിക്കാണ് എൻട്രി വന്നിട്ടുള്ളത്. ഈ എൻട്രി എടുത്ത വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്തിട്ട് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല പ്രോഫിറ്റ് ആയിരുന്നു അറിഞ്ഞതിൽ സന്തോഷം. നമ്മൾ ഇതൊരു പ്രഡിക്ഷൻ അല്ല, ഓക്കെ, ദിസ് നോട്ട് എ പ്രഡിക്ഷൻ. ഇത് ആണ് പ്യുവർ പ്രൈസ് ആക്ഷൻ. പ്രൈസ് എവിടെ വരും എന്ന് നമ്മൾ ചാർട്ട് ഒരു പ്രോനെ പോലെ റീഡ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി എവിടെ ട്രേഡ് വരും, എവിടുന്ന് ട്രേഡ് എടുക്കണം എന്ന് മനസ്സിലാക്കുന്നത് ഒരു എന്താ പറയുക, ഒരു സ്കില്ലാണ്. ആക്ച്വലി ആ സ്കില്ല് വേണമെങ്കിൽ നമ്മൾ ചാർട്ട് നല്ലോണം പഠിക്കണം. ഓക്കെ, വെറുതെ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടിട്ട് ഒരു ട്രേഡ് എടുക്കുക, ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട് ട്രേഡ് എടുക്കുക, അതല്ല ട്രേഡിങ്. ട്രേഡിങ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ആ സ്കില്ല് പ്രൈസ് ആക്ഷൻ പഠിച്ചിരിക്കണം, മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മൂവ്മെന്റ്സ് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇത് സൂപ്പർ സയൻസ് അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് എ സൂപ്പർ സയൻസ്. ഓക്കെ, ഇത് പഠിക്കാനുള്ളതേ ഉള്ളൂ സിമ്പിളായിട്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് എല്ലാം സ്വന്തമായിട്ട്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് എടുത്തിട്ട് നമുക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൽ നമ്മളൊന്ന് ക്യാഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു സന്തോഷമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പം ടെലഗ്രാം ചാനൽ ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ചാനലിൻ്റെ. സോ അതിലും ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ചാർട്ട് അവിടെ ഷെയർ ചെയ്യുക. ആ ചാർട്ട് നമുക്ക് ഒരുമിച്ച് അനാലിസിസ് ചെയ്യാം. അത് നിങ്ങളുടെ വ്യൂ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അത് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ഇപ്പം നമ്മൾ എന്താ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ഏൺ ചെയ്യാം, ഒരുമിച്ച് ലേൺ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ് മൈ ചാനൽ, ലൈക്ക് മൈ ചാനൽ ആൻഡ് ജോയിൻ വിത്ത് അസ്. ഓക്കെ, ഞങ്ങൾ 2 പേരുണ്ട്, മീ ആൻഡ് മൈ ബ്രദർ അരുൺ. ഓക്കെ, ഞങ്ങൾ 2 പേരും. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഒരുമിച്ച് ട്രേഡ് എടുക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, സോ നല്ല നല്ല ട്രേഡ്സ് നമുക്ക് എടുക്കാം. സോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാം. സോ നമുക്ക് അനാലിസിലോട്ട് നമുക്ക് പോവാം നേരെ. ഓക്കെ, സോ നമുക്ക് നേരെ അനാലിസിലോട്ട് പോവാം. നെക്സ്റ്റ് വീക്കിലോട്ടുള്ള, അതായത് നമുക്ക് വീക്കിലി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡേ, അതായത് ലാസ്റ്റ് എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കും എന്നുള്ള ഒരു രീതിയിൽ തൊട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് വീക്കിലെ ലെവൽസ് ആണ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ട്രേഡ് എടുത്ത കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ചാർട്ടിലുള്ളത്. ഈ ചാർട്ടിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ചാർട്ട് ഇതാണ്, നമ്മുടെ മുന്നിലുള്ള നിഫ്റ്റിയുടെ ചാർട്ട്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട്, പല കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഒരു ബോക്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഏരിയയിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നു. അതിനു മുന്നേ ഇവിടെയായിരുന്നു. അതിനു മുന്നേ നിഫ്റ്റി ഒരു ബ്രേക്ക് ചെയ്തിട്ട് മോളോട്ട് പോയി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പുറകോട്ടുള്ള കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ്, അതായത് മൺഡേ നമുക്ക് ട്രേഡ് എടുക്കണമല്ലോ, നമുക്ക് ഒരു ട്രേഡിലോട്ട് പോകണം, നമുക്ക് ട്രേഡിലോട്ട് പോകണം. അപ്പൊ എങ്ങനെ അനാലിസിസ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഞാൻ ചെയ്യുന്നതിനൊപ്പം നിങ്ങളത് കണ്ടുപിടിക്കുക. അതായത് യൂട്യൂബ് കണ്ടുപഠിക്കുന്നവര് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് നേരിട്ട് ഡൗട്ട് ചോദിക്കുക, എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളെ അതായത് നിങ്ങൾക്ക് ഒരു മടി വിചാരിക്കണ്ട. അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന പൊട്ട ഡൗട്ട്, അതായത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരുന്ന സിമ്പിൾ ഡൗട്ട്സ്, അതല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ വരെ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല അതിനൊന്നും. സോ നമുക്ക് വീക്കിലി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വീക്ക് കഴിഞ്ഞതല്ലേ, സോ നമുക്ക് വീക്കിലി സ്റ്റാർട്ട് ചെയ്യാം. സോ വീക്കിലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിന്റെ മുകളിലാണ് ഈ വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലായി വീക്കിലി എന്താണ്, നിഫ്റ്റി ബുള്ളിഷ് ആണ്. ഓക്കെ, ഒരു ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ മന്ത്ലി നോക്കിക്കഴിഞ്ഞാലോ, മന്ത്ലിയും നിഫ്റ്റി ബുള്ളിഷ് ആണ്. സോ മന്ത്ലി നിഫ്റ്റി ബുള്ളിഷ് ആണ്, വീക്കിലിയും നിഫ്റ്റി ബുള്ളിഷ് ആണ്. സോ നമുക്ക് മന്ത്ലിയുടെ ലെവൽ നമുക്ക് ആവശ്യമില്ല, മന്ത് കഴിഞ്ഞിട്ടില്ല. സോ മന്ത് ഇപ്പം പകുതി ആയിട്ടുള്ളൂ. സോ പക്ഷെ ഒരു വീക്ക് നമുക്ക് കഴിഞ്ഞു. സോ നമുക്ക് ഒരു വീക്ക് ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് വീക്കിലി ലോ മാർക്ക് ചെയ്ത് നോക്കാം. ലോ നമ്മളൊരു ഗ്രീൻ കളർ കൊടുത്തു. വിക്ക് കൊണ്ട് ബോഡിയാണ്, ഞാൻ വിക്ക് എടുത്തിരിക്കുന്നത്, ബോഡി നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ നമ്മൾ വിക്ക് എടുത്തിട്ടുണ്ട്, മാക്സിമം ലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ,
സോ ഇതിന്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, സോ നമുക്ക് വീക്ക്ലി ലോയും കിട്ടി, വീക്ക് ഹൈയും കിട്ടി. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് പ്രീവിയസ് വീക്ക് ലോ, PWL. ഇതിനെ പറയുന്ന പേരാണ് പ്രീവിയസ് വീക്ക് ഹൈ, PWH. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേയിലോട്ട് വന്നു. ഡേയിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാം ഒരുപാട് മുകളിലാണ്. ഇപ്പൊ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഡേ ലോയും ഒരുപാട് മുകളിലാണ്, വീക്ക് ലോ ഒരുപാട് താഴെയാണ്, വീക്ക് ഹൈ കുറച്ചുകൂടി ഒരു 100 പോയിന്റ് മുകളിലാണ്. 100 10 ഒരു 70-80 പോയിന്റ് മുകളിലാണ്. സോ നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് നമുക്ക് 50 പോയിന്റ് തന്നെ വളരെ എന്താ പറയുക ഇനഫാണ്. സോ നമുക്ക് ഡേ ഹൈ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡേ ഹൈ. അതിന് ഡേ ലോയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡേ ലോ. സോ ഈ ഡേ ലോയും ഡേ ഹൈയും മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. എന്താ നമ്മൾ കാണുന്ന കാര്യം? ലാസ്റ്റ് ഡേയും അതിന്റെ ഈ താഴത്തെ 11 എന്ന് പറഞ്ഞ ആ ഒരു ദിവസവും ഈ ലാസ്റ്റ് 40 എന്ന് പറയുന്നത് ഈ 1, 2, 3 3 ദിവസവും അതിന് മുന്നിലുള്ള 3 ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഗ്യാപ്പ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് ഗ്യാപ്പ് വേറെ കളർ മാർക്ക് ചെയ്ത് നോക്കാം, ഒരു ഗോൾഡൻ കളറിനെ മാർക്ക് ചെയ്ത് നോക്കാം. സോ ഈ ഗ്യാപ്പ് നമുക്ക് ആവശ്യമാണ്. ഈ ഗ്യാപ്പ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഗ്യാപ്പാണ്, കാരണം ആ ഗ്യാപ്പ് ഇതുവരെ ഫിൽ ചെയ്തിട്ടില്ല. ഗ്യാപ്പ് ഒരിക്കലും ഇൻഡെക്സ് വിടാറില്ല. അതായത് ചാർട്ട് ക്യാൻഡിൽസ് ഒരിക്കലും ഗ്യാപ്പ് ഇട്ട് പോകാറില്ല. ഒരിക്കൽ ഗ്യാപ്പ് ഇട്ടാൽ പോലും ആ ഗ്യാപ്പ് പിന്നീട് ചിലപ്പോൾ അന്ന് തന്നെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ഫില്ല് ചെയ്യാം, ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞ് ഫില്ല് ചെയ്യാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഫില്ല് ചെയ്യാം. സോ ദാറ്റ് ഗ്യാപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സോ ആ ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. സോ പിന്നെ ഇവിടെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. സോ ഇതിന്റെ താഴത്തെ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് വരാം. 1 hour. ഓക്കെ, 1 ഹവറിലോട്ട് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു വ്യൂ കിട്ടി. ഈ ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇത് ലാസ്റ്റ്, അതായത് വീക്ക് ഹൈ ആണ്. വീക്ക് ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് നിഫ്റ്റിക്ക് ഈ ഹൈ വരെ പോകാൻ വേണ്ടി ചെറിയൊരു ഏരിയ നമുക്ക് ബാക്കിയുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഈ ഏരിയ നമുക്ക് ട്രേഡ് ചെയ്യാം. എങ്ങനെയാണ് ട്രേഡ് വരുന്നത് നമുക്ക് ജസ്റ്റ് ആദ്യം നോക്കാം. സോ നമുക്ക് ഇതൊരു വലിയൊരു ക്യാൻഡിൽ ആണല്ലോ ഈ വന്ന് പോയിട്ടുള്ളത്. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ ഒരു ഹൈ. ഓക്കെ, ഇത് ഒരുപാട് ലോ റെസ്പെക്ട് ചെയ്തിട്ട് പോയത് മാർക്കറ്റാണ്. ഇതൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈനെ, അതായത് 25,864 862 ഒരു 10 പോയിന്റ് ആ ഒരു സോൺ നിഫ്റ്റി ഒരുപാട് വട്ടം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കും. ഓക്കെ, സോ ഈ ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഹൈ ഒരുപാട് വട്ടം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. കാരണം ഗ്രീൻ കളർ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ പ്രൈസിന്റെ താഴെയുള്ള ഏരിയ ആണ്. അപ്പൊ പ്രൈസിന്റെ താഴെയുള്ള ഏരിയക്ക് എല്ലാം നമ്മൾ ഗ്രീൻ കൊടുത്തു. കാരണം അത് നമ്മുടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് അതിന് ഗ്രീൻ കളർ കൊടുത്തു. അതായത് അതൊരു ഡിമാൻഡ് സോൺ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഡിമാൻഡ് സോൺ, സപ്ലൈ എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതില് വലിയ സംഭവങ്ങളൊന്നുമില്ല. സോ നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിൽ വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ ചാർട്ട് കാണുന്നുണ്ട്. ഒരു ലോ ഉണ്ട്, പ്രീവിയസ് വീക്ക് ലോ ഉണ്ട്, പ്രീവിയസ് വീക്ക് ഹൈ ഉണ്ട്, ഇത് പ്രീവിയസ് ഡേ ലോ ഉണ്ട്, പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ലെവൽ കൂടെ നമുക്ക് കിട്ടി. സോ ദിസ് ലെവൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ലെവൽ ഈസ് ക്രൂഷ്യൽ ഫോർ അസ്. ഓക്കെ, സോ ഈ ലെവൽ കണ്ടോ, ഈ ലെവല് മാർക്കറ്റ് ഒരുപാട് വട്ടം രാവിലെ ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. പിന്നെ ഒരു 11 മണിയായിട്ട് പിന്നെയും ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. ബട്ട് ഈ ലെവല് ബ്രേക്ക് ചെയ്ത വോളിയം കണ്ടോ, ഹെവി വോളിയം, അതായത് ഏകദേശം 128.18 മില്യൺ. ഇത്രയും വോളിയത്തോടു കൂടിയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ ഒറ്റ ക്യാൻഡിലില് വന്ന വോളിയം അല്ലെങ്കിൽ വന്ന ഓർഡറുകൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. ഹെവി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ലെവല് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡേ അനാലിസിസിലൂടെ നമ്മൾ പോവാം. മാർക്കറ്റ് തിങ്കളാഴ്ച ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഒന്നുകിൽ ഈ ലെവലിന് ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചൊന്ന് ഒരു പുൾ ബാക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രി വരും ഇവിടെ. ഓക്കെ, ദിസ് ഇസ് എ പ്രയോറിറ്റി ബേസ്ഡ് എൻട്രി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി, ബൈ. സോ നമ്മൾ ബൈയിലോട്ടേ പോകുന്നുള്ളൂ, സെല്ലിലോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ഓക്കെ, സെക്കൻഡ് എൻട്രി
നമ്മൾക്ക് എങ്ങനെ വരിക, ഈ ഹൈയുടെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ, ഡേ ഹൈയുടെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ, ഈ ഹൈയുടെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ ഇതാണ് പ്ലാൻ ബി ബൈ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പക്ഷെ 25,860 വരികയാണെങ്കിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അതല്ല മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്ത് പോകുന്നെങ്കിൽ, മാർക്കറ്റ് റിവേഴ്സ് വരികയാണെങ്കിൽ ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകും. ഒരു ഗ്യാപ്പ് അപ്പാണ് സിനാരിയോ എങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോയിട്ട് മുകളോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരും. എന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ ഒരു പുഷ് ബാക്ക് ചെയ്യും. സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും മാർക്കറ്റ് തിരിച്ചു വരാൻ. അത് ചിലപ്പോൾ 10 മണിയാകാം, 11 മണിയാകാം, 1 മണി, 2 മണി. പക്ഷെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, പേഷ്യൻസ് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സോ ഈ നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ, ഇതേപോലെ ഒരു ഹാമർ ക്യാൻഡിൽ, ഈ ക്യാൻഡിലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് വരിക. എന്നിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കാം, മെസ്സേജ് ആയിട്ട് ചോദിക്കാം, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇൻഡിപെൻഡന്റ്ലി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോൾ എടുത്തിട്ട് പറഞ്ഞിരുന്ന് എടുത്തിട്ട് ചെയ്യാതെ ഇൻഡിപെൻഡന്റ്ലി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഇതെല്ലാം കഴിഞ്ഞു, ഇതിൻ്റെയൊക്കെ സിനാരിയോ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ആവശ്യമില്ല ഇനി. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു താഴേന്ന്, സി മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ താഴേന്ന് വരുന്നുണ്ട്. ബട്ട് ഇനി അതൊക്കെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് യൂസ് ഉള്ളൂ, ഇപ്പൊ അതിന് യൂസ് ഇല്ല. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് എൻട്രി ഒരു പുൾ ബാക്കിൽ വന്നിട്ട് 25,860 ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻട്രി 1. അതല്ല, നേരെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറുകയാണെങ്കിൽ ഒരു ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബോഡിയെ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ അവിടെ നിഫ്റ്റിയുടെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അത് എൻട്രി 2. സോ അതല്ല സിനാരിയോ, നമ്മുടെ എല്ലാ സിനാരിയോ നമ്മൾ നോക്കിയിരിക്കണമല്ലോ. ഗ്യാപ്പ് അപ്പിലാണ് നിഫ്റ്റി പോകുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. തിരിച്ചു വന്നിട്ട് നമ്മുടെ ഡേ ഹൈയിൽ സപ്പോർട്ട് എടുത്തിട്ട് ഒരു പുൾ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി 3. സോ നമ്മുടെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് 26,110, 26,000 ആയിരിക്കും. ഇനി മാർക്കറ്റ് താഴോട്ട് വീഴണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകണം. അല്ലാതെ നമ്മൾ താഴോട്ട് സെൽ സൈഡിലോട്ട് എൻട്രി നമ്മൾ നോക്കത്തില്ല. നമ്മുടെ എൻട്രി ബൈ തന്നെ ആയിരിക്കും. മാർക്കറ്റ് എത്ര താഴോട്ട് വന്നാലും നമ്മൾ ബൈ എൻട്രി ആയിരിക്കും നോക്കുന്നത്. കാരണം എത്ര താഴോട്ട് വരുന്നത് നമുക്ക് അത്രയും റിവാർഡ് മുകളിലോട്ട് കിട്ടും. നമ്മളൊരു 5-10 പോയിന്റിന് വേണ്ടിയിട്ട് താഴോട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവാർഡും കിട്ടൂല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ വലുതുമായിരിക്കും. പക്ഷെ മാർക്കറ്റ് എത്ര താഴോട്ട് വരുന്നോ അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് തിരിയുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് വളരെ കൂടുതലായിരിക്കും. സോ നമ്മൾ ബൈ സൈഡിലോട്ട് അവിടെ എൻട്രി ആയിരിക്കും നമ്മൾ പ്രയോറിറ്റി ബേസ് വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ എൻട്രി ലെവൽസ് ഇതൊക്കെയാണ്: 25,860, 25,937, 25,937. ഇത് രണ്ടും സെയിം ലെവലാണ്. ബട്ട് എന്റെ പ്രയോറിറ്റി എൻട്രി, ഞാൻ ഫോക്കസ് ചെയ്യുന്ന എൻട്രി ഇതായിരിക്കും. അന്ന് ഞാൻ പറഞ്ഞ പോലെ, അന്ന് ലാസ്റ്റ് വീക്ക് വ്യാഴാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റ് 25,882 ആയിരുന്നു. ഞാൻ എൻട്രി പറഞ്ഞ എവിടെയായിരുന്നു? 25,755. മാർക്കറ്റ് എവിടെ നിന്നാണ് പോയത്? 25,755. ഓക്കെ, ഈ ഇവിടെ നിന്നാണ് എൻട്രി വന്നിട്ടുള്ളത്. 705, 755, 756 ഈ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ഏകദേശം ഉച്ചയ്ക്ക് 1:30 വരെ വെയിറ്റ് ചെയ്തിരുന്നു. 1:45 എൻട്രി വന്നത്. എൻട്രി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 900 പ്രോഫിറ്റ് കാണിച്ചിട്ട് പിന്നെയും റിവേഴ്സ് കാണിച്ചു. ബട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണല്ലോ. എനിക്ക് 1,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ബട്ട് എനിക്ക് തന്ന റിവാർഡ് ഒറ്റ ക്യാൻഡിൽ 100 പോയിന്റ്സ് ആയിരുന്നു. സോ നിങ്ങൾ ആലോചിക്കണം, അത് നമ്മൾ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്താലുള്ള നമ്മുടെ ഗുണം. ഓക്കെ, എന്താ പറയുക, ഒരു ചൊല്ലില്ലേ, എന്താ, ക്ഷമ ആട്ടുംപാലിന്റെ ഗുണം ചെയ്യും, നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, സെയിം തിങ്. സോ നിങ്ങൾക്കൊക്കെ ഈ അനാലിസിസ് നല്ലോണം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാകാത്ത ഒരു വീഡിയോ ഒന്നും കൂടെ കാണുക. ഓക്കെ, നമ്മളിങ്ങനെ ഫുഡ് വ്ളോഗും മറ്റേ വ്ളോഗും എന്താ പറയാ എന്റർടൈൻമെന്റ് വ്ളോഗും കാണുന്ന സമയത്തിൽ കുറച്ച് സമയം മാത്രം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് കൂടെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ഞാനൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ പറയാ, ഇത് എന്താ പറയാ, ഒരു ഇൻകം പേരിൽ ചെയ്യുന്ന മാത്രമല്ല, ഞാൻ എപ്പോഴും എന്റെ വീഡിയോ രാവിലെ, അതായത് മാർക്കറ്റ് തുടങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഒന്നും കൂടെ എടുത്ത് കാണാറുണ്ട്. എന്താണ് ഞാൻ തലേദിവസം പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം എന്റെ മനസ്സല്ല, നമ്മൾ മറന്നുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഇതൊക്കെ ഓർത്ത് വെക്കും. സോ നമ്മൾ അതിൽ സൈക്കോളജി ഫിക്സ് ചെയ്യും, എന്നിട്ടാണ് ട്രേഡ് ചെയ്യാറ്. സോ നിങ്ങളും എല്ലാവരും അതേപോലെ ട്രേഡ് ചെയ്ത് പഠിക്കുക, സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ്ലി ട്രേഡ് ചെയ്ത് പഠിക്കുക, നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുക. സോ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ.
ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഫോളോ ദി ഇൻസ്റ്റ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടാം. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ചാർട്ട് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് അനാലിസിസ് ചെയ്യാം. അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല എൻട്രീസ് എടുക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക് സബ് മൈ ചാനൽ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം. ഓക്കെ, ബൈ.